പ്രിയ, പ്രിയയുടെ സർപ്രൈസ് ഗിഫ്റ്റ് ഇത് കിട്ടിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെ ഒരു സാധനത്തിന്റെ എന്തെങ്കിലും സൂചന തന്നാ? ഇല്ല ഇല്ല. കൊണ്ടുവന്നിട്ട് ആരാണ് ഇത് ചെയ്തത്? ചെയ്തു ചാക്കോച്ചനാ. ആണോ? സംഭവം സത്യമാണ്. പക്ഷെ കഷ്ടമായി പോയിട്ടാ. രാവിലെ മൊത്തം ജോലി ചെയ്തിട്ട് അവസാനം രാത്രി വന്നിട്ട് ഇത് മൊത്തം സഹായിച്ചിരുന്നു. ഇത് വന്നപ്പോ ബോക്സ് ആയിട്ട് ഞാൻ കണ്ടിരുന്നു. ഞങ്ങൾ രണ്ടും കൂടി ഇത് എവിടെയൊക്കെ വെക്കണം എന്നൊക്കെ തീരുമാനിച്ചത്. ചെയ്ത് തുടങ്ങുമ്പോ എന്തെങ്കിലും ഒരു രൂപം ഉണ്ടായിരുന്നു? പുള്ളിക്കാരിക്ക് ഇത് എങ്ങനെ ഇതിന്റെ ഈ തെർമോക്കോൾ കൊണ്ടുവന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് ബ്ലോക്ക് ആയിട്ടാണ് കിട്ടുന്നത്, ഒരു റെക്ടാംഗിൾ അല്ലെങ്കിൽ സ്ക്വയർ ബ്ലോക്ക് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് ഇത് കാവ് ചെയ്യുന്നത്, നമ്മൾ ഈ അകത്ത് സാധനങ്ങളൊക്കെ എങ്ങനെ വയ്ക്കും, ഓരോ ഷേപ്പിൽ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന പോലെ കത്തിയും മുള്ളും ഫോർക്കൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കും. മഞ്ഞു മനുഷ്യനായി തീരും. പിന്നെ ഇതിന്റെ ഇലക്ട്രിക്കൽ പരിപാടിയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ റിസ്ക് ആയിരുന്നുണ്ടാവില്ല. അത് എഞ്ചിനീയറിംഗ് ബുദ്ധി ഉള്ളതുകൊണ്ട് ചാക്കോച്ചന് ഷോക്ക് അടിച്ചെല്ലാം മറന്നു പോകുന്ന ആദ്യമായിട്ടാണ് ഒരു ചാനലിന്റെ പരിപാടിക്ക് പുള്ളിക്കാരി പ്രത്യക്ഷപ്പെടുന്നത്. ഏഷ്യാനെറ്റിന്റെ പ്രിവിലേജ് ആയിക്കട്ടെ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു ക്രിസ്മസ് ഡേക്ക് കിട്ടുക എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ഏഷ്യാനെറ്റിന് ഒരു താങ്ക്സ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഉണ്ടാക്കി അത് ഏഷ്യാനെറ്റിന് വേണ്ടി കാണിക്കാനുള്ള സന്മനസ്സിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഇതിൽ പ്രിയ ഇപ്പോ ഒരുപാട് നാളായിട്ട് ചാക്കോച്ചന്റെ ഈ ഇന്റർവെൽ സമയത്ത് ഏറ്റവും കൂടുതൽ അടുത്തുണ്ടായിരുന്ന എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നത് പ്രിയയാണ്. അത് കഴിഞ്ഞ് ചാക്കോച്ച ഇപ്പൊ ബിസിയായി. ചാക്കോച്ച ബിസി ആയപ്പോ ഇപ്പൊ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഷൂട്ടിംഗ് ഇപ്പൊ അധികം എറണാകുളത്തല്ലേ. ആണോ? പിന്നെ വേറൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പം ത്രീ കിങ്സ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ലൊക്കേഷൻ ആദ്യം കണ്ണൂര്, തൃശ്ശൂര് അല്ലെങ്കിൽ ട്രിവാൻഡ്രം, കോഴിക്കോട് അങ്ങനെയൊക്കെയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ ഇവള് VKPയോട് പറഞ്ഞു, ഞാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കി ലൊക്കേഷൻ എങ്ങനെയെങ്കിലും എറണാകുളം ആകണം. അങ്ങനെ ഈ കഥ പറയാൻ വരുന്നവരോട് ആദ്യം ലൊക്കേഷൻ എവിടെയാണ്? കോഴിക്കോടാണ് ആണല്ലേ? നമുക്ക് എറണാകുളത്താണെങ്കിൽ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. ആൾക്കാർക്ക് ആർട്ടിസ്റ്റുകൾ മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും. വീടുകളെല്ലാവർക്കും ഇവിടെ തന്നെയുണ്ട്. ഹോട്ടൽ റൂമിന്റെ റെന്റ്, യാത്ര ചെലവ് ഇതൊക്കെ നമുക്ക് കുറയ്ക്കാനൊക്കെ വളരെ ആധികാരികമായിട്ട് പറയും. ഇതിന്റെ എല്ലാം പിന്നില് ഞാൻ ഇവിടെ തന്നെ വേണം എന്നുള്ളതാണ്. അതെ, ഇതില് ഞാൻ ഒരു സാധനം കണ്ടെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഈ വിഷിംഗ് വെൽ എന്താണ് ആ സാധനം? എന്താണ്? എല്ലാവർക്കും നല്ലത് മാത്രം വിഷ് ചെയ്യുന്നൊരു വെല്ലാണ്. എന്നിട്ട് ആ ഒരു കൊച്ചുകുട്ടിയാണ് അതിനെ കറക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് മൂവിങ് ഫിഗേഴ്സ് ഉണ്ട്. ഇപ്പം മേളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സാന്റ ഇങ്ങനെ കമ്മിങ് ടു ടൗൺ ആണ്. വേറൊരു സാന്റ അവിടെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഹാമക്കിൽ വളരെയധികം സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം കാണാം സാന്റ ആടുന്നുണ്ട്. സാന്റയെ കിടത്തി ഉറക്കിയിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഒരു ബ്രൂവറി, അവിടെ ബിയറും വൈനും ഇഷ്ടപ്പെട്ട സാധനം. ഡാൻസ് ഫ്ലോർ ഉണ്ട്. ജൈന്റ് ഉണ്ട്, ബേക്കറി, ഒരു ക്രേസി കാർസ്, ബംപിംഗ് കാർസിന്റെ സംഭവമുണ്ട്. ഒരുപാട് ക്യൂട്ട് ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടിട്ടേ ഏറ്റവും നല്ല കമന്റ് പറഞ്ഞാരാ? ചാക്കോച്ചൻ പറയണ്ട, പ്രിയ പറയട്ടെ. ഞാൻ തന്നെ. എന്തോ ചാക്കോച്ചൻ പറഞ്ഞേ? ചാക്കോച്ചന് ഭയങ്കര സന്തോഷമായി. ചാക്കോച്ചന് സന്തോഷമായി. എന്റെ ഫ്രണ്ടിനെ എന്റെ ആദ്യത്തെ ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. ഞാൻ എന്തോ പറഞ്ഞു? ഇത്രയും നന്നായി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അച്ഛനെ ബീറ്റ് ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അച്ഛനെ കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. അയ്യോ ഇത്ര മോശം ആവരുതെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ചാക്കോച്ചൻ എന്ന കുഞ്ചാക്കോ ബോബൻ എൻ്റെ സ്റ്റാർഡം അതെങ്ങനെയാണ് പ്രിയ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ പ്രിയ അതിനെങ്ങനെയാണ് കാണുന്നത്? ഒന്നും തോന്നിയിട്ടില്ല. നോർമൽ മനുഷ്യനെ പോലെ ഫീൽ ചെയ്യുന്നു. ഈ സ്റ്റാർഡമിൽ നിന്നാണല്ലോ നിങ്ങളുടെ വിവാഹം വരെ എത്തിയത് അല്ലേ? അന്നെന്ത് തോന്നിയിരുന്നു? അന്ന് സ്റ്റാർഡം ഫീൽ ചെയ്തു. ഭയങ്കര സംഭവമാണ്. ചാക്കോച്ചന് ഒരു ഉഗ്ര ഒരു തീം, 2 തീം കിട്ടി. അതിൽ രണ്ടിലും നല്ല ബെസ്റ്റ് ക്യാരക്ടർ, നല്ല ബെസ്റ്റ് ഡയറക്ടേഴ്സ്, അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും നല്ല ബെസ്റ്റ് ആൾക്കാർ. ഇതിൽ 2 നായകന്മാരുണ്ട്. ചാക്കോച്ചനല്ലാതെ മറ്റൊരാളോട് ഉണ്ട്. അതിൽ ഒന്ന് മോഹൻലാലും ഒന്ന് മമ്മൂട്ടിയാണെങ്കിൽ ഏത് സിനിമ ചാക്കോച്ചൻ? മമ്മൂട്ടിയുടെ. പ്രിയയുടെ
അഭിപ്രായം പ്രിയയുടെ അഭിപ്രായം കേട്ടു. ഇനി ചാക്കോച്ചന്റെ അഭിപ്രായം. മമ്മൂക്കയുടെ ആയിരിക്കും. കാരണം ഞാൻ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നോടും എനിക്ക് അങ്ങോട്ടും തോന്നിയിട്ടുള്ളത് മമ്മൂക്കയുടെയാണ്. കാരണം എപ്പോഴും കാണുമ്പോൾ എന്നോട് എന്നെ അഭിപ്രായങ്ങൾ ചോദിക്കുക, എന്നോട് എന്നെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയുക, ഇതൊക്കെ മമ്മൂക്ക ചെയ്യാറുണ്ട്. ഇനി കമൽ ലാൽ ജോസ് ഡയറക്ടർമാർ, അത് ലാലു ആയിരിക്കും. കാരണം എനിക്കൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഏറ്റവും വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നത് ലാലുവാണ്. ഏറ്റവും വലിയ തുടക്ക സമയത്ത് എനിക്ക് ഏറ്റവും വലിയൊരു ഹിറ്റ് നൽകിയത് കമലിക്കയാണ്. അത് മറക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ചാക്കോച്ചൻ അഭിനയിക്കുന്നു എങ്കിൽ ഏത് ഡയറക്ടറുടെ ഇതിൽ അഭിനയിക്കാനാണ് പ്രിയക്ക് ഇഷ്ടം? എനിക്ക് കമൽ സാറിനെ ശരിക്കും അറിഞ്ഞുകൂടാ. ഞാൻ ഫങ്ഷൻസ് ജസ്റ്റ് കണ്ട് പരിചയപ്പെട്ടു. എനിക്ക് കുറച്ച് നിറം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടം ലാലുവിനെയാണ്. ഞങ്ങളുടെ ഏറ്റവും നല്ല ഫാമിലി ഫ്രണ്ടാണ് ലീൻ ചേച്ചി. ലാലുവിന്റെ വൈഫ് ലീൻ ചേച്ചിയായിട്ടാണെങ്കിലും പിള്ളേരായിട്ടാണെങ്കിലും എപ്പോഴും അവരായിട്ട് അടുപ്പം. അപ്പൊ ലാലു എപ്പോഴും ചാക്കോച്ചനെ വെച്ച് പടം ചെയ്യണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ഏത് പടം പറഞ്ഞാലും ഞാൻ പറയും അത് ചാക്കോച്ചി ഇല്ലേ. ബാക്കിയുള്ളവർക്ക് ത്രെട്ടാണത്. ശാലിനി ആൻ അഗസ്റ്റിൻ പ്രിയക്ക്? എനിക്ക് ആനിനെയാണ് ഇഷ്ടം. അല്ലെങ്കിൽ ശാലിനി അറിഞ്ഞൂടാ, ഞാൻ സംസാരിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ ആൻ കാവ്യ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കാവ്യ. അവളെ എനിക്ക് കുറച്ചുകൂടെ കുറെ കാലമായിട്ട് അറിയുന്നത്. അപ്പൊ കാവ്യ ഭാവന അവരാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പരിചയപ്പെടുന്ന ഫ്രണ്ട്സ് എന്ന് പറയാം. പിന്നെ ഇപ്പൊ ആൻ നല്ല അടുപ്പമാണ്. ശാലിനി എനിക്ക് അറിഞ്ഞൂടാ. ഇവര് ഈ ഫ്ലാറ്റിലുള്ളവരൊക്കെ പറയുന്നു ചാക്കോച്ചനും ശാലിനിയും കല്യാണം കഴിക്കണമായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ശാലിനി ആൻ അഗസ്റ്റിൻ, ഇതില് ആരുടെ കൂടെ അഭിനയിക്കാനാണ് കുഞ്ചാക്കോ ബോബൻ ആസ് ആൻ ആർട്ടിസ്റ്റ് ഇഷ്ടപ്പെടുന്നത്? കുറച്ചുകൂടെ പ്രായം കുറവ് തോന്നിക്കാനായിട്ട് ആൻ്റെ കൂടെ ആയിരിക്കും. ഇപ്പൊ ഇൻ കേസ് ഐശ്വര്യ റായ് ആൻ വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും? രണ്ടുപേരും വേണ്ട.